അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാപ്പി ലൈഫിൻ്റെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലുസ്ര എന്താണ്, എന്തിനാണ്? ചുരുക്കി പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെയും സന്താന ശിക്ഷണത്തിൻ്റെയും നല്ല പാഠങ്ങൾ ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സരളവും സരസവുമായി അവതരിപ്പിക്കുക, ഇതാണ് അല്ലുസ്ര. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതവും. നിക്കാഹ് കഴിഞ്ഞ് ഒരു വർഷം കഴിയും മുമ്പേ, കല്യാണത്തിൻ്റെ മുമ്പേ തൊലാഖ് ചൊല്ലി പിരിയേണ്ടി വരുന്നു. വളരെ നിസ്സാരമായ പ്രശ്നത്തിൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞായതിനു ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയേണ്ടി വരുന്നു. ഭാര്യയെ മറ്റൊരാളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു, ഭർത്താവ് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു. ഒന്നിലും പെടാതെ ഒരു കുഞ്ഞ് അനാഥമായി പോകുന്നു. മുസ്ലിം സമുദായത്തിനതിൽ ഈ കേൾക്കുന്ന വാർത്തകളെല്ലാം നിത്യസംഭവങ്ങളാണ്. ആറ്റുനോറ്റ് പോറ്റി വളർത്തി ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലമായി നമ്മുടെ മക്കൾ അവർ പറന്നു പോകാൻ ചിറക് വെക്കുമ്പോൾ നമ്മുടേതല്ലാതെയായി മാറുന്നു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിതാവിൻ്റെയും മാതാവിൻ്റെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ മക്കൾ വിസമ്മതിച്ചു പോകുന്നു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും വളർത്തുദോഷം എന്നൊക്കെ മലയാളത്തിൽ നമുക്കതിനെ വിളിക്കാം. അറിവില്ലായ്മ എന്നും നമുക്കതിനെ പറയാം. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സന്താന ശിക്ഷണങ്ങളിലാണെങ്കിലും നമ്മളെ പ്രതീക്ഷകൾ തകർന്നു പോകുന്നതിന് തടഞ്ഞു നിർത്താൻ ഇസ്ലാമിൻ്റെ പരിഹാര മാർഗങ്ങൾ പ്രയോഗിക്കുക എന്നതേ മാർഗമുള്ളൂ. അതാണ് അല്ലുസ്ര കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം. ഇതിന് മുസ്ലിം സമുദായത്തെ പാകപ്പെടുത്തിയെടുക്കാനാണ് ഈ അല്ലുസ്ര സംഘടിപ്പിക്കപ്പെട്ടതും. ഇത് കേവലം പ്രഭാഷണങ്ങളിലോ വാളുകളിലോ കേൾക്കുന്ന മാറ്ററുകളല്ല, അങ്ങനെ പ്രസംഗിക്കാവുന്നതുമല്ല. ഇത് തീർത്തും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വളരെ കുറഞ്ഞ ആളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഉൾക്കൊള്ളേണ്ടതാണ്. കേവലം കേൾക്കുന്നതിന് പകരം ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ തീർച്ചയായും അല്ലുസ്ര നമുക്ക് ഉപകാരപ്പെടും. ദാമ്പത്യശാസ്ത്രം 63-ാമത്തെ വയസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് തൻ്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു ദാമ്പത്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. 9 ഭാര്യമാരെ ഒന്നിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോയപ്പോഴും അല്ലലും അലട്ടലും ഇല്ലാതെ കൊണ്ടുപോയത് ആ പരിപാലനത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ്. നമുക്കതും അത് സാധ്യമാണ്. ഹബീബായ തങ്ങൾ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയെ ഭർത്താവ് അറിയണം, ഭർത്താവിനെ ഭാര്യ അറിയണം, മക്കളെ മാതാപിതാക്കൾ അറിയണം, മാതാപിതാക്കളെ മക്കളും അറിയണം. അതെങ്ങനെ അറിയണമെന്ന് പഠിക്കാനാണ് അല്ലുസ്ര എന്ന് പറയുന്ന ഈ സംവിധാനം രൂപീകരിക്കപ്പെട്ടത്. അൽഹംദുലില്ലാ, 500-ലധികം വരുന്ന സംതൃപ്തരായ പഠിതാക്കളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു തആല നമുക്കിതിന് തൗഫീഖ് ചെയ്യട്ടെ.